സെപ്റ്റംബർ 19. ഇന്നലെ രാത്രി മുഴുവനും ഇടയ്ക്കിടെ പേടിച്ച് ഞെട്ടിയുണർന്ന് വളരെ വിഷമിച്ചാണ് അവൾ കഴിച്ചുകൂട്ടിയത്. പ്രൊഫസറും ഞാനും ഊഴമിട്ട് കാവലിരുന്നു. ഒരു നിമിഷം പോലും അവളുടെ അരികിൽ ആളില്ലാതിരുന്നിട്ടില്ല. ക്വിൻസി താൻ ചെയ്യാൻ പോകുന്നതിനെപ്പറ്റി യാതൊന്നും പറയുകയുണ്ടായില്ല. പക്ഷേ അദ്ദേഹം രാത്രി മുഴുവനും തന്നെ വീടിനു ചുറ്റും റോന്തു ചുറ്റുകയായിരുന്നു. നേരം പുലർന്നു. ലൂസിക്ക് തീരെ ഭേദമില്ല. തല തിരിക്കാനും കൂടി വിഷമമായിരുന്നു. അവൾ വളരെ കുറച്ചേ ഭക്ഷണം കഴിച്ചുള്ളൂ. പക്ഷേ അതും യാതൊരു ഫലവും ചെയ്തില്ല. ഉറക്കത്തിലും ജാഗ്രതയിലും അവളിൽ വരുന്ന മാറ്റങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു. ഉറക്കത്തിൽ അവൾ കുറെ ആരോഗ്യവതിയായി തോന്നി. അപ്പോൾ നന്നായി ശ്വാസം കഴിക്കുന്നുമുണ്ട്. വായ തുറന്നു കിടന്നു. തൊണ്ണുകൾ വളരെയധികം മേലോട്ട് വലിഞ്ഞു കയറിയതുപോലെ തോന്നി. പല്ലുകൾ സാധാരണയിൽ കവിഞ്ഞ് നീളമുള്ളവയും മൂർച്ച കൂടിയവയുമായിരിക്കുന്നു. ഉണർന്നാൽ അവളുടെ കണ്ണുകളിലെ മൃദുലത തീരെ മായുന്നു. അവൾ മരണത്തോടടുക്കുന്നതായി തോന്നി. ഉച്ചതിരിഞ്ഞപ്പോൾ അവൾ ആർതറെപ്പറ്റി ചോദിച്ചു. അയാൾക്ക് ഞങ്ങൾ കമ്പിയടിച്ചു. ആർതറെ സ്റ്റേഷനിൽ കാണാനായി ക്വിൻസി അങ്ങോട്ട് പോയി. 6 മണിയോടടുത്ത് ആർതർ വന്നെത്തി. സൂര്യൻ തെളിഞ്ഞ് പ്രകാശിക്കുന്നു. പോക്കുവെയിലിൻ്റെ കുങ്കുമപ്രഭ മുറിയിലേക്ക് ഒഴുകി വീണു. അത് അവളുടെ വിളർത്ത കവിൾത്തടങ്ങളെ നിറം പിടിപ്പിച്ചു. ലൂസിയെ കണ്ടപ്പോൾ വികാരവൈവശ്യം കൊണ്ട് ആർതർക്ക് ശ്വാസം മുട്ടിപ്പോയി. ഞങ്ങൾക്കാർക്കും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് വീണ്ടും വീണ്ടും ബോധക്കേട് വന്നുകൊണ്ടിരുന്നു. എങ്കിലും ആർതറുടെ സാന്നിധ്യം ഒരു നവചൈതന്യം നൽകിയതുപോലെ തോന്നി. അവൾ മുഴുവൻ ശക്തിയും സംഭരിച്ച് അയാളോട് സംസാരിച്ചു. ഞങ്ങൾ വന്ന ശേഷം അപ്പോഴാണ് അവൾ ജീവസോടെ എന്തെങ്കിലും സംസാരിച്ചത്. ആർതറും കഴിയാവുന്നിടത്തോളം പ്രസന്നത ഭാവിച്ചു. ആകപ്പാടെ ഒരാശ്വാസത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായ പോലെ തോന്നി. ഇപ്പോൾ 1 മണിയായി. ആർതറും വാൻ ഹെൽസിങ്ങും അവളുടെ അടുത്തിരിക്കുകയാണ്. 1/4 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ചെന്ന് അവരുടെ സ്ഥാനം കയ്യേൽക്കും. പിന്നെ 3 മണി വരെ അവർക്ക് വിശ്രമിക്കാം. ഒരുപക്ഷെ നാളത്തോടുകൂടി ഈ കാത്തിരിപ്പ് അവസാനിച്ചേക്കും. അവൾക്കേറ്റ ആഘാതം അത്രയും കടുത്തതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കില്ല. ഈശ്വരൻ ഞങ്ങളെ തുണയ്ക്കട്ടെ. ലൂസിക്ക് മീനയുടെ കത്ത്. ലൂസി ഇത് തുറന്നു വായിച്ചിട്ടില്ല. സെപ്റ്റംബർ 17. ഏറ്റവും പ്രിയപ്പെട്ട ലൂസി, നിന്റെ വിവരം അറിഞ്ഞിട്ട്, അഥവാ ഞാൻ നിനക്ക് എഴുതിയിട്ട് ഒരു യുഗം തന്നെ കഴിഞ്ഞുവെന്ന് തോന്നുന്നു. ഈ എഴുത്ത് വായിച്ചു കഴിയുമ്പോൾ എൻ്റെ വീഴ്ചകൾക്ക് നീ മാപ്പ് തരുമെന്ന് എനിക്കറിയാം. എനിക്കെൻ്റെ ഭർത്താവിന് തിരിച്ചു കിട്ടി. ഞങ്ങൾ എക്സ്റ്ററിൽ നിന്നും എത്തിയപ്പോൾ വണ്ടി കാത്തു നിന്നിരുന്നു. സുഖമില്ലെങ്കിലും മിസ്റ്റർ ഹോക്കിൻസും അതിലുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചന്തമുള്ള സുഖപ്രദമായ മുറികൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണാനന്തരം മിസ്റ്റർ ഹോക്കിൻസ് പറഞ്ഞു, എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങളുടെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഞാനിത് പാനം ചെയ്യുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ സർവ്വഭാഗ്യങ്ങളും കൈവരട്ടെ. നിങ്ങളെ രണ്ടുപേരെയും കുട്ടികളായിരുന്നപ്പോൾ മുതൽ ഞാൻ അറിയും. നിങ്ങളോട് എനിക്ക് അതിരറ്റ സ്നേഹവും അതോടൊപ്പം നിങ്ങളെ ചൊല്ലി അഭിമാനവുമുണ്ട്. എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് നിങ്ങൾ വളർന്നത്. നിങ്ങളിവിടെ എൻ്റെ കൂടെ താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് കുഞ്ഞുങ്ങളോ ഉറ്റവരോ ഇല്ല. എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ ഒസ്യത്ത് പ്രകാരം എൻ്റെ സമ്പത്ത് എല്ലാം നിങ്ങൾക്കുള്ളതാണ്. പ്രിയപ്പെട്ട ലൂസി, ജൊനാഥനും അദ്ദേഹവും പരസ്പരം എല്ലാം മറന്ന് ആശ്ലേഷിച്ചപ്പോൾ ഞാൻ ആനന്ദാതിരേകം കൊണ്ട് കരഞ്ഞുപോയി. അത്രയും ഹൃദയഹാരിയായ ഒരു സായാഹ്നമായിരുന്നു. അങ്ങനെ ഇവിടെ ഈ ഭംഗിയുള്ള പഴയ വീട്ടിൽ ഞങ്ങൾ താമസമുറപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ കിടപ്പുമുറിയിൽ നിന്നും സ്വീകരണമുറിയിൽ നിന്നും നോക്കിയാൽ അപ്പുറത്ത് അധികം ദൂരെയല്ലാതെ പള്ളിയുടെ അടുത്ത് കൂറ്റൻ വൃക്ഷങ്ങൾ നിൽക്കുന്നത് എനിക്ക് കാണാം. അവയുടെ കൊമ്പുകളിൽ കൂടുകെട്ടി താമസിക്കുന്ന പക്ഷികൾ ചിലച്ച് കലമ്പൽ കൂട്ടുന്നത് എനിക്ക് എപ്പോഴും കേൾക്കാം. ധാരാളം ആളുകളെയും കാണാം. എനിക്ക് വളരെ തിരക്കും ബദ്ധപ്പാടും ഉണ്ട്. വീട് അടുക്കും ചിട്ടയുമായി ഒരുക്കണം. ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ, ജൊനാഥനും ഹോക്കിൻസിനും എപ്പോഴും തിരക്കാണ്. തൻ്റെ കക്ഷികളെപ്പറ്റി എല്ലാം ജൊനാഥനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഹോക്കിൻസ്. നിന്റെ അമ്മയുടെ സുഖക്കേട് എങ്ങനെയിരിക്കുന്നു? 1-2 ദിവസം അങ്ങോട്ട് ഓടിയെത്തി നിങ്ങളോടൊപ്പം താമസിക്കണമെന്നുണ്ട്. പക്ഷേ പിടിപ്പത് ജോലിയുള്ളതുകൊണ്ട് എനിക്കതിന് സാധിക്കുന്നില്ല. ജൊനാഥനെ ഇപ്പോഴും ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കണം. അദ്ദേഹം കുറേശ്ശെയായി നന്നായി വരുന്നുണ്ട്. നീണ്ടുനിന്ന രോഗം മൂലം അദ്ദേഹം എന്ത് പാടായിട്ടുണ്ടെന്നോ. ഇപ്പോഴും ഉറക്കത്തിൽ ഞെട്ടിത്തെറിച്ച് എണീറ്റ് വിറച്ച് പേടിച്ചു തുള്ളാൻ തുടങ്ങും. ഞാൻ ചെന്ന് ആശ്വസിപ്പിച്ച് കിടത്തണം. ആ സ്ഥിതി ഇപ്പോൾ ഇടവിട്ടിടവിട്ട് അപൂർവമായി മാത്രമേ ഉള്ളൂ എന്നായിട്ടുണ്ട്.
ഈശ്വരൻ്റെ കൃപ. എല്ലാം ക്രമേണ മാറി മാറി സുഖമാവുമെന്ന് ആശിക്കുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നിൻ്റെ കാര്യങ്ങൾ ചോദിക്കട്ടെ. നിൻ്റെ കല്യാണം എന്നായിരിക്കും? എവിടെ വെച്ച്? ആരാണ് ക്രിയ നടത്തുക? എന്തു തരം വേഷമാണ് നീ അണിയാൻ ഉദ്ദേശിക്കുന്നത്? ആർഭാടമുള്ള ഒരു വലിയ കല്യാണമോ അതോ ചെറിയ തോതിൽ സ്വകാര്യമായിട്ടാണോ? എല്ലാം വിവരിച്ചെഴുതണം എൻ്റെ കൊച്ചു ചങ്ങാതി. ഒക്കെ എനിക്ക് എഴുതണം. നിനക്കിഷ്ടമുള്ളതെല്ലാം എനിക്കും ഇഷ്ടമുള്ളതാണ്. ജൊനാഥൻ നിന്നോട് അന്വേഷണം പറയാൻ ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഉള്ളം നിറഞ്ഞ സ്നേഹാശംസകൾ. നിൻ്റെ സ്വന്തം മീന. 12. ഡോക്ടർ സെവാർഡിന് അസിസ്റ്റൻ്റ് സമർപ്പിച്ച റിപ്പോർട്ട്. സെപ്റ്റംബർ 20. സർ, താങ്കളുടെ ആഗ്രഹമനുസരിച്ച് എന്നെ ചുമതലപ്പെടുത്തിയ എല്ലാറ്റിനെയും കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇതോടൊന്നിച്ചയക്കുന്നു. റൺഫീൽഡ് എന്ന രോഗിയെ പറ്റിയാണ് അധികം പറയാനുള്ളത്. അയാൾക്ക് വീണ്ടും ഹാലിളക്കമുണ്ടായി. വലിയ അപകടമായി തീരുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്മുടെ തൊട്ടപ്പുറത്തെ ഒഴിഞ്ഞ വീട്ടിലേക്ക് റൺഫീൽഡ് 2 തവണ എണീറ്റോടിയത് താങ്കൾ ഓർക്കുന്നുണ്ടോ? ഇന്നലെ വൈകുന്നേരം ഒരു വണ്ടി അവിടേക്ക് വന്നു. വണ്ടിക്കാർ തികച്ചും അപരിചിതരായിരുന്നു. നമ്മുടെ വീടിൻ്റെ പടിക്കൽ വന്ന് അവർ വഴി ചോദിച്ചു. അവരിൽ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു. അയാൾ റൺഫീൽഡിൻ്റെ മുറിയുടെ മുമ്പിലൂടെയാണ് മടങ്ങിപ്പോയത്. അപ്പോൾ റൺഫീൽഡ് അയാളെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു. ആ മനുഷ്യൻ കാഴ്ചയിൽ ഒരു മാന്യനായിരുന്നു. ചീ, മിണ്ടാതിരി, കുരുത്തം കെട്ട തെണ്ടി എന്നു മാത്രമേ അയാൾ പറഞ്ഞുള്ളൂ. അത് കേട്ടപ്പോൾ നമ്മുടെ രോഗിയുടെ അരിശം മൂത്തു. എൻ്റേതായ എല്ലാം നീ അപഹരിച്ചു. നിന്നെ ഞാൻ കൊല്ലും, അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ജനൽ തുറന്ന് ആ മാന്യനോട് ഒന്നും സാരമാക്കരുത് എന്ന ആംഗ്യം കാട്ടി. അയാൾ ആ സ്ഥലം ആകപ്പാടെ സൂക്ഷിച്ചു നോക്കി. കാര്യം മനസ്സിലായ പോലെ സ്വയം പറഞ്ഞു, ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർ, ഭ്രാന്തൻ പറഞ്ഞതൊന്നും ഞാൻ സാരമാക്കുന്നില്ല. ഇത്തരം തലക്കിലക്കില്ലാത്ത മൃഗങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടി വന്ന നിങ്ങളോട് എനിക്ക് അനുകമ്പ തോന്നുകയാണ്. തുടർന്ന് വളരെ മര്യാദയോടെ അയാൾ ആ ഒഴിഞ്ഞ വീട്ടിലേക്കുള്ള പടിവാതിൽ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു കൊടുത്തു. അയാൾ പോവുകയും ചെയ്തു. നമ്മുടെ രോഗി അപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരുന്നു. അയാളുടെ ഈ ഹാലിളക്കത്തിന് പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ എന്നറിയാനായി ഞാൻ താഴേക്ക് ചെന്നു. അപ്പോൾ അയാൾ വളരെ ശാന്തനും മര്യാദക്കാരനുമായിട്ടാണ് പെരുമാറിയത്. ഞാൻ അമ്പരന്നുപോയി. ആ സംഭവത്തെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുമോ എന്നറിയാനായി ഞാൻ അയാളോട് ചിലത് ചോദിച്ചു. പക്ഷേ ഒന്നും മനസ്സിലാവാത്ത പോലെ അയാൾ മിഴിക്കുകയായിരുന്നു. എന്തിനെപ്പറ്റിയാണ് ചോദിക്കുന്നതെന്ന് അയാൾ എന്നോട് ചോദിച്ചു. അയാൾ ഒന്നും ഓർമ്മിക്കുന്നില്ലെന്ന് തോന്നി. പക്ഷേ അതൊരു സൂത്രമായിരുന്നു. അധികം താമസിയാതെ വീണ്ടും താഴെ നിന്ന് ശബ്ദം കേട്ടു. അയാൾ ജനൽ പൊളിച്ച് പുറത്തു കടന്ന് പുറത്തൂടെ ഓടുകയായിരുന്നു. എന്തോ വിക്രിയയ്ക്കൊരുങ്ങി ഓടുകയാണെന്ന് തോന്നി. ഞാൻ പരിചാരകരെ വിളിച്ച് എൻ്റെ ഒപ്പം വരാൻ പറഞ്ഞ് പുറകെ ഓടി. എൻ്റെ സംശയം സ്ഥിരീകരിക്കപ്പെട്ടു. കാരണം ആദ്യം കണ്ട ആ വണ്ടി തിരികെ വരുന്നുണ്ടായിരുന്നു. അതിൽ ചില വലിയ മരപ്പെട്ടികൾ കയറ്റിയിട്ടുണ്ട്. വണ്ടിയിലുള്ള ആൾക്കാർ വല്ലാതെ ക്ലേശിച്ചതുപോലെ വിയർപ്പിൽ കുളിച്ചിരുന്നു. എനിക്ക് തടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രോഗി അവരിൽ ഒരാളെ പിടിച്ചു വലിച്ച് താഴത്തിട്ട് തല പിടിച്ച് നിലത്തിടിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് കടന്നു പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അയാൾ ആ മനുഷ്യനെ അവിടെ വെച്ച് കൊന്നിട്ടുണ്ടാവുമായിരുന്നു. മറ്റേയാൾ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി തൻ്റെ ചാട്ടയുടെ കട കൊണ്ട് രോഗിയുടെ തലക്കിടിച്ചു. ഒരു ഭയങ്കര ഇടി. പക്ഷേ നമ്മുടെ രോഗിയിൽ അത് തീരെ ഏശിയില്ലെന്ന് തോന്നി. അയാൾ രണ്ടാമത്തെ വണ്ടിക്കാരനെയും എന്നെയും കൂട്ടിപ്പിടിച്ച് ഞങ്ങളെ 3 പേരെയും പൂച്ചക്കുട്ടികളെ എന്ന പോലെ കുടഞ്ഞു. ഞാൻ ഒട്ടും തൂക്കം കുറഞ്ഞവനല്ലെന്ന് താങ്കൾക്കറിയാമല്ലോ. മറ്റൊരു പേരും മോശക്കാരായിരുന്നില്ല. ഞങ്ങളോട് പൊരുതിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യം അയാൾ നിശബ്ദനായിരുന്നു. ക്രമേണ ഞങ്ങൾ അയാളെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. പരിചാരകർ ഓടിയെത്തി പിടിച്ചുകെട്ടി. അയാൾ ആർത്ത് വിളിച്ചു പറയാൻ തുടങ്ങി, ഞാൻ അവരെ ശരിപ്പെടുത്തും. അവരെന്നെ ചൂഷണം ചെയ്യുകയാണ്. എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ പ്രഭുവിന് വേണ്ടി, എൻ്റെ യജമാനു വേണ്ടി ഞാൻ പൊരുതും. ഇങ്ങനെ പലതും അയാൾ പുലമ്പിക്കൊണ്ടിരുന്നു. വളരെയധികം വിഷമിച്ചാണ് ഞങ്ങൾ അയാളെ തിരികെ കൊണ്ടുവന്ന് മുറിക്കുള്ളിലാക്കിയത്. ഒരു വേലക്കാരൻ്റെ വിരൽ മുറിഞ്ഞുപോയി. ഏതായാലും ഞാനതെല്ലാം ശരിപ്പെടുത്തി. ഇപ്പോൾ വിശേഷമൊന്നുമില്ല. ആ വണ്ടിക്കാർ 2 പേരും ആദ്യം വളരെയധികം ശണ്ട കൂടി. നിയമപരമായി നമ്മുടെ പേരിൽ നഷ്ടപരിഹാരത്തിന് നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഭ്രാന്തൻ അവർ 2 ആളെയും തകർത്ത് കളഞ്ഞതോർത്തപ്പോൾ അവർ അടങ്ങി. ആ കൂറ്റൻ മരപ്പെട്ടികൾ പൊക്കി വണ്ടിയിൽ എടുത്തു വെക്കാൻ ശ്രമപ്പെട്ട് തളർന്നില്ലായിരുന്നുവെങ്കിൽ അയാളെ ചതച്ചു കളയുമായിരുന്നുവെന്ന് അവർ പറഞ്ഞു. ഞാൻ അവരെ സമാധാനിപ്പിച്ചു. ഓരോ ഗ്ലാസ് വൈൻ കുടിപ്പിച്ച് ഓരോ പവനും കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷമായി. ആക്രമണത്തെപ്പറ്റി പിന്നീട് ഒരക്ഷരം പറയുകയില്ലെന്ന് അവർ ശപഥം ചെയ്തു.
എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലോ എന്ന് കരുതി ഞാൻ അവരുടെ പേരും വിലാസവും എഴുതി വാങ്ങി. ഹാരിസ് ആൻഡ് സൺസ് നടത്തുന്ന മൂവിംഗ് ആൻഡ് ഷിപ്പിംഗ് കമ്പനിയിലാണ് അവർ രണ്ടുപേരും ജോലി നോക്കുന്നത്. വിശേഷ വിവരങ്ങളെല്ലാം ഞാൻ താങ്കളെ എഴുതി അറിയിക്കുന്നതാണ്. അടിയന്തരമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കമ്പിയടിക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിശ്വസ്തൻ പാട്രിക്. മീന ലൂസിക്ക് അയച്ച കത്ത്. ലൂസി ഈ കത്ത് തുറന്നിട്ടില്ല. സെപ്റ്റംബർ 18. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലൂസി, ഞങ്ങളുടെ മേൽ ഏറ്റവും ദാരുണമായ ഒരു ആഘാതം ഏറ്റിരിക്കുന്നു. ഹോക്കിൻസ് പെട്ടെന്ന് മരിച്ചുപോയി. ഞങ്ങൾക്കിതിൽ എന്താണിത്ര ഖേദിക്കാനുള്ളതെന്ന് ചിലർക്ക് തോന്നാം. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ അത്രയും അകമഴിഞ്ഞ് സ്നേഹിച്ചുപോയി. ഞങ്ങൾക്ക് സ്വന്തം അച്ഛൻ മരിച്ചുപോയ പോലെ ദുഃഖമുണ്ട്. എൻ്റെ അമ്മയെയോ അച്ഛനെയോ പറ്റി എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നു. ജൊനാഥൻ്റെ വേദന സീമാതീതമാണ്. അദ്ദേഹത്തിന് ഒരു മകനെപ്പോലെയായിരുന്നു ജൊനാഥൻ. ഒരിക്കലും സ്വപ്നം കാണാൻ പോലും നിവൃത്തിയില്ലാത്ത സ്വത്താണ് ഇപ്പോൾ ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. പക്ഷേ ജൊനാഥനെ വേദനിപ്പിക്കുന്നത് വേറെ ചിലത് കൂടിയാണ്. തൻ്റെ ചുമലിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം ഓർക്കുമ്പോൾ ബോധം കെട്ടു പോവുകയാണ് ജൊനാഥൻ. അദ്ദേഹം സ്വയം സംശയഗ്രസ്തനാവാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിനേറ്റ ആഘാതം കൂടുതൽ വ്യക്തമാകുന്നത്. ഹോക്കിൻസിൻ്റെ മധുര പ്രകൃതി, സ്നേഹം, വാത്സല്യം, ഉദാരത, അവ അനാദൃശ്യങ്ങളാണ്. ചുരുക്കം കൊല്ലം കൊണ്ട് ഒരു വെറും ജൂനിയറെ പിടിച്ച് എല്ലാറ്റിൻ്റെയും യജമാനനാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം ചലനമറ്റുപോയെന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. നിന്റെ സന്തോഷത്തിനിടയിൽ ഇത്തരം കാര്യങ്ങൾ എഴുതി നിന്നെ വേദനിപ്പിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കുക. എനിക്ക് വേദന ആരോടെങ്കിലും പറയാതെ വയ്യ. ഇവിടെ ജൊനാഥനെ ഉല്ലാസവാനാക്കാൻ വിഷമിക്കുകയാണ് ഞാൻ. എൻ്റെ ഹൃദയവേദനകളെല്ലാം തുറന്നു പറയാൻ ഇവിടെ ആരെയും കാണുന്നില്ല. ഹോക്കിൻസിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തൊട്ടരികിൽ തന്നെയായി മറവ് ചെയ്യണമെന്നാണ് മരണപത്രികയിലുള്ളത്. ഞങ്ങൾ അടുത്ത ദിവസം മറ്റന്നാൾ അങ്ങോട്ട് വരികയായി. അദ്ദേഹത്തിന് ഒരൊറ്റ ബന്ധു പോലും ഇല്ലാത്തതിനാൽ മുഖ്യ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ജൊനാഥൻ തന്നെ വേണ്ടിവരും. തെല്ല് നിമിഷത്തേക്കായാലും പ്രിയമുള്ള ലൂസി, ഞാൻ നിന്നെ കാണാൻ ഓടിയെത്താതിരിക്കില്ല. നിന്നെ വിഷമിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കുക. ആശിസുകളോടെ സ്നേഹം നിറഞ്ഞ മീന. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 20. ഡയറി എഴുതുന്നത് ഒരു സ്വഭാവമാക്കിയിരുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ കുറിപ്പുകൾ എഴുതുകയില്ല. എൻ്റെ ഹൃദയം പിളർന്നു പോകുന്നത് പോലെ തോന്നുന്നു. ഞാൻ ആകെ ഹതാശനായിരിക്കുന്നു. ഈ നിമിഷത്തിൽ മരിക്കുകയാണെങ്കിലും ഞാൻ തെല്ലും ഖേദിക്കുകയില്ല. മരണം ചങ്ങലയൂരി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിനോ ലൂസിയുടെ അമ്മ മരിച്ചു. ആർതറുടെ അച്ഛൻ മരിച്ചു. ഇപ്പോൾ ലൂസിക്ക് കാവലിരിക്കുന്ന ജോലിയിൽ നിന്ന് ഞാൻ പ്രൊഫസറെ കൃത്യസമയത്തിന് തന്നെ ഒഴിവാക്കി. ആർതറോടും പോയി വിശ്രമിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആദ്യത്തിൽ അദ്ദേഹം വിസമ്മതിച്ചു. പക്ഷേ പകൽ ഞങ്ങളെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്നും വിശ്രമമില്ലാത്തതുകൊണ്ട് എല്ലാവരും തളർന്നു വീണ് ലൂസിക്ക് സഹായത്തിന് ആരുമില്ലാതെ വരരുതെന്നും ഞങ്ങൾ നിർബന്ധിച്ചു പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം പോകാൻ സമ്മതിച്ചത്. വാൻ ഹെൽസിംഗ് അദ്ദേഹത്തോട് വളരെ കാരുണ്യത്തോടെ പെരുമാറി. വരൂ എൻ്റെ കുഞ്ഞ്, എൻ്റെ കൂടെ വരൂ. നിങ്ങൾക്ക് സുഖമില്ല, വളരെ ക്ഷീണിച്ചിരിക്കുന്നു, വളരെയധികം നിങ്ങൾ ദുഃഖിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ശക്തി ഇനിയും പരീക്ഷിക്കപ്പെട്ടുകൂടാ. നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ വയ്യ. ഒറ്റയ്ക്കായാൽ ഭയവും പരിഭ്രാന്തിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്വീകരണ മുറിയിലേക്ക് വരൂ. അവിടെ തീയും ചൂടുമുണ്ട്. 2 സോഫകളുമുണ്ട്. ഒന്നിൽ നിങ്ങൾക്കും മറ്റേതിൽ എനിക്കും കിടക്കാം. നമ്മൾ രണ്ടാളും അടുത്തടുത്ത് ഉണ്ടായിരിക്കുന്നത് പരസ്പരം ആശ്വാസമായിരിക്കും. വിളർത്ത് വെളുത്ത് തലയണമേൽ ചെരിഞ്ഞു കിടക്കുന്ന ലൂസിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടു നിന്ന ശേഷം ആർതർ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. ലൂസി അനങ്ങാതെ കിടന്നു. ഞാൻ മുറിയിൽ ചുറ്റി നടന്നു നോക്കി. മുറിയിലാകെ പ്രൊഫസർ വെള്ളുള്ളിപ്പൂക്കൾ വിതറിയിരുന്നത് ഞാൻ കണ്ടു. ജനൽപാളിക്കിടയിലൂടെ പൂക്കൾ തിരികെ വെച്ചിരിക്കുന്നു. മാലയായി കെട്ടിയ പൂക്കൾ ലൂസിയെ അണിയിച്ചിട്ടുണ്ട്. ലൂസി വിഷമിച്ചാണ് ശ്വാസം കഴിച്ചിരുന്നത്. അവളുടെ മുഖം ഏറ്റവും വികൃതമായിരിക്കുന്നു. തുറന്ന വായിൽ വിളർത്തുപോയ പല്ലിൻ്റെ ഊന് തെളിഞ്ഞു കാണാം. അവളുടെ പല്ലുകൾക്ക് കാലത്ത് കണ്ടതിനേക്കാൾ നീളവും മൂർച്ചയും ഉള്ളതായി തോന്നി. പ്രത്യേകിച്ചും എന്തുകൊണ്ടോ അവളുടെ നായ്പല്ലുകൾക്ക് മറ്റുള്ളവയേക്കാൾ കൂടുതൽ നീളവും മൂർച്ചയും ഉണ്ടെന്ന് തോന്നി. ഞാൻ അവളുടെ അടുത്തിരുന്നു. പെട്ടെന്ന് അവൾ അസ്വസ്ഥതയോടെ ഇളകി. അതേ നിമിഷം തന്നെ ജനവാതിൽക്കൽ ചിറകടിയുടെയും തട്ടിമുട്ടലിൻ്റെയും ശബ്ദം കേട്ടു. ഞാൻ ജാലകത്തിനരികിലേക്ക് ചെന്നു. ജനൽപ്പഴുതിലൂടെ പുറത്തേക്ക് നോക്കി. നിറഞ്ഞ പൂനിലാവ്.
ഒരു വലിയ കടവാതിൽ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അതാണ് ശബ്ദം പുറപ്പെടുവിച്ചത്. വെളിച്ചത്താൽ ആകർഷിക്കപ്പെട്ടിട്ടാവാം, സംശയമില്ല. അത് ജനലിൽ വീണ്ടും വീണ്ടും വന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ഇരിപ്പിടത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ലൂസി ഇളകുകയും കഴുത്തിൽ നിന്ന് വെള്ളുള്ളിപ്പൂക്കളുടെ മാല പൊട്ടിച്ചു കളയുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കണ്ടു. മാല യഥാസ്ഥാനത്ത് തന്നെ സ്ഥാപിച്ച് ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഉടൻ തന്നെ അവൾ ഉണർന്നു. വാൻ ഹെൽസിംഗ് നിർദ്ദേശിച്ചതു പ്രകാരം ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തു. അവൾ അല്പം കഴിച്ചുവെന്ന് വരുത്തി കൂട്ടിയതേയുള്ളൂ. അവളുടെ സുഖക്കേടിൻ്റെ പ്രത്യേകതയായി കണ്ടിരുന്ന ജീവനും ശക്തിയും തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള അബോധപൂർവമായ സമരം ഇപ്പോൾ അവളിൽ ഉണ്ടെന്ന് തോന്നിയില്ല. ബോധം തെളിഞ്ഞ ഉടൻ തന്നെ അവൾ ആ വെള്ളുള്ളിപ്പൂക്കൾ തന്നോട് ചേർത്തമർത്തിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എൻ്റെ ജിജ്ഞാസ വളർത്തുകയും ചെയ്തു. ബോധം കിട്ട് വിഷമിച്ച് ശ്വസിച്ച് കിടക്കുമ്പോൾ അവൾ പൂക്കളെ തട്ടിമാറ്റും. എന്നാൽ ഉണർന്നാൽ ഉടൻ തന്നെ പൂക്കളെ തന്നോട് കൂടുതൽ ചേർത്തു വയ്ക്കും. ഇക്കാര്യത്തിൽ എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. അധികം പ്രാവശ്യം ബോധം കെടുകയും തെളിയുകയും പൂക്കളുടെ കാര്യത്തിൽ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. 6 മണിക്ക് വാൻ ഹെൽസിംഗ് എന്നെ ഒഴിവാക്കാനായി വന്നു. ആർതർ മയങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ആർതറെ ഉറങ്ങാൻ വിട്ട് പ്രൊഫസർ ഒറ്റയ്ക്ക് വരികയാണുണ്ടായത്. ലൂസിയുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഭാവഭേദം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം സ്വല്പം പാരുഷ്യത്തോടെ മന്ത്രിച്ചു. "ആ ജനലുകൾ തുറക്കൂ, വെളിച്ചം വേണം." പിന്നീട് അദ്ദേഹം ലൂസിയുടെ മുഖത്ത് തൻ്റെ മുഖം തൊടുമാറ് അത്രമാത്രം കുനിഞ്ഞു നിന്ന് അവളെ പരിശോധിച്ചു. പൂക്കളെടുത്ത് മാറ്റുകയും കഴുത്തിൽ അദ്ദേഹം കെട്ടിയിരുന്ന സിൽക്ക് കൈലേസ് അഴിച്ചെടുക്കുകയും ചെയ്തു. അത് ചെയ്തപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിപ്പോവുകയുണ്ടായി. അത്ഭുതവും പരിഭ്രമവും കലർന്ന എന്തോ ചില വാക്കുകൾ അദ്ദേഹത്തിൽ നിന്നും പുറത്തു വന്നു. ഞാനും കുനിഞ്ഞു നിന്ന് അവളെ നോക്കി. എൻ്റെ സിരകളിൽ തണുപ്പ് കയറിപ്പോയി. അവളുടെ കഴുത്തിലെ മുറിവുകൾ തീരെ അപ്രത്യക്ഷങ്ങളായിരിക്കുന്നു. വാൻ ഹെൽസിംഗ് 5 മിനിറ്റ് നേരം അവളെ തന്നെ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ നോക്കി നിന്നു. എന്നിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു നിന്നു പറഞ്ഞു, "അവൾ മരിക്കുകയാണ്. ഇനി അധികം താമസമില്ല. ബോധമുണർന്ന ശേഷം മരിക്കുന്നോ ഉറക്കത്തിൽ തന്നെ മരിക്കുന്നോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോയി ആ കൊച്ചനെ ഉണർത്തിക്കോളൂ. അയാൾ വന്ന് അവളെ അവസാനമായി ഒന്ന് കണ്ടുകൊള്ളട്ടെ." ഞാൻ ചെന്ന് ആർതറെ ഉണർത്തി. ജനലിലൂടെ അകത്തേക്ക് എത്തുന്ന സൂര്യകിരണങ്ങൾ കണ്ടപ്പോൾ അയാൾ പിടഞ്ഞെണീറ്റു. എൻ്റെ വാക്കുകളെ ഏറ്റവും മയപ്പെടുത്തി വളരെ വിഷമത്തോടെ ലൂസിയുടെ സ്ഥിതി ഞാൻ അയാളെ പറഞ്ഞു ധരിപ്പിച്ചു. അയാൾ പെട്ടെന്ന് കൈത്തലം കൊണ്ട് മുഖം പൊത്തി അവിടെ തന്നെ മുട്ടുകുത്തി നിന്ന് തല കുനിച്ച് ഒരു നിമിഷത്തോളം നേരം പ്രാർത്ഥിച്ചു. തേങ്ങുമ്പോൾ ആ ചുമലുകൾ വിറച്ചു. ഞാൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. "വരൂ," ഞാൻ പറഞ്ഞു. "പ്രിയപ്പെട്ട ചങ്ങാതി, താങ്കൾ കഴിയുന്നിടത്തോളം പ്രസന്നത കാണിക്കൂ. അത് അവളെ ആശ്വസിപ്പിക്കും." ഞങ്ങൾ മുറിയിലേക്ക് വന്നു. വാൻ ഹെൽസിംഗ് യാതൊരു ശോകഛായയും കാണപ്പെടാതിരിക്കാൻ എല്ലാം ശരിപ്പെടുത്തിയൊരുകയായിരുന്നു. അദ്ദേഹം ലൂസിയുടെ തലമുടി പോലും ഒതുക്കിയിട്ടിരുന്നു. ഞങ്ങൾ കടന്നു വന്നപ്പോൾ ലൂസി കണ്ണുകൾ തുറന്നു. ആർതറെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, "ആർതർ, ഓ എൻ്റെ ദേവാ, അങ്ങ് വന്നിരിക്കുന്നു. എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്നോ." അവളെ ചുംബിക്കാനായി അയാൾ കുനിയുകയായിരുന്നു. "പാടില്ല," വാൻ ഹെൽസിംഗ് പെട്ടെന്ന് തടഞ്ഞു. "ആയില്ല. അവളുടെ കൈ പിടിച്ചോളൂ, അതവളെ ആശ്വസിപ്പിക്കും." ആർതർ അവളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് അരികിൽ കുനിഞ്ഞു നിന്നു. അവളിപ്പോൾ മാലാഖയെപ്പോലെ സുന്ദരിയായിരിക്കുന്നു. സാവധാനത്തിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അവൾ ഉറങ്ങി. തളർന്നു വീണ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ വളരെ മൃദുവായി ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ രാത്രിയിൽ ഞാൻ കണ്ടതുപോലെ തന്നെയുള്ള വിചിത്രമായ മാറ്റങ്ങൾ അവളിൽ കാണായി. ശ്വാസം കഴിക്കാൻ വിഷമിക്കുന്നത് പോലെ തോന്നി. വായ പിളർന്നു. തൊണ്ണുകൾ ഉരിഞ്ഞു കയറി. നീണ്ട മൂർച്ച കൂടിയ പല്ലുകൾ ദൃശ്യമായി. പല്ലുകളുടെ നീളം വർദ്ധിക്കുകയാണോ? ഒരർദ്ധബോധാവസ്ഥയിൽ എന്ന പോലെ അവളുടെ കണ്ണുകൾ തുറന്നു. മങ്ങിയിരുന്ന ആ കണ്ണുകൾ പെട്ടെന്ന് ഉജ്ജ്വലങ്ങളായി. ഞാൻ ആ ചുണ്ടുകളിൽ നിന്ന് ഒരിക്കലും കേട്ടിട്ടില്ലാത്തത്ര മൃദുലവും ആഹ്ലാദഭരിതവുമായ സ്വരത്തിൽ അവൾ പറഞ്ഞു, "ആർതർ, ഓ എൻ്റെ ദേവാ, അങ്ങ് വന്നു. എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നോ. എന്നെ ചുംബിക്കൂ." ഞാനും ഹെൽസിംഗും അവളുടെ സ്വരം കേട്ട് അമ്പരന്നിരിക്കുകയായിരുന്നു. പക്ഷേ ആർതർ ആവേശത്തോടെ അവളെ ചുംബിക്കാനായി കുനിഞ്ഞു. വാൻ ഹെൽസിംഗ് തികച്ചും അപ്രതീക്ഷിതമായ കരുത്തോടെ പെട്ടെന്ന് കുനിഞ്ഞ് 2 കൈയും കൂട്ടി അയാളുടെ കഴുത്തിൽ പിടിച്ചു വലിച്ച് മുറിയുടെ മറ്റേ അറ്റത്തേക്ക് തള്ളി മാറ്റി. "നിങ്ങളുടെ ജീവനെ ചൊല്ലി അരുത്," അദ്ദേഹം പറഞ്ഞു. "നിങ്ങളുടെയും അവളുടെയും ആത്മാവിനെ ചൊല്ലി തൊടരുത്."
ആർതർ ആകപ്പാടെ അമ്പരന്ന് എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ നിന്നുപോയി. സമയവും സന്ദർഭവും കണ്ടറിയാൻ അയാൾക്ക് തെല്ല് സമയം വേണ്ടി വന്നതുപോലെ തോന്നി. ഞാനും വാൻ ഹെൽസിങ്ങും അവളുടെ മുഖത്ത് തന്നെ ദൃഷ്ടികൾ ഉറപ്പിച്ചു നിന്നു. അമർഷത്തിൻ്റെ ഒരല അവളുടെ മുഖത്ത് ഒരു നിമിഷനേരം തങ്ങി നിന്നു. അവൾ നീണ്ടു കൂർത്ത ആ പല്ലുകൾ കൂട്ടിക്കടിച്ചിറുമ്മി. പിന്നീട് അവൾ കണ്ണുകൾ അടച്ചു. ശക്തിയായി ശ്വാസോച്ഛ്വാസം ചെയ്യാനും തുടങ്ങി. താമസിയാതെ തന്നെ അവൾ വീണ്ടും കണ്ണുകൾ തുറന്ന് തൻ്റെ വിളറി വെളുത്തു മെലിഞ്ഞ കൈ നീട്ടി. അവൾ വാൻ ഹെൽസിങ്ങിൻ്റെ കൈകൾ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് ചുംബിച്ചു. എൻ്റെ യഥാർത്ഥ സുഹൃത്ത്, ക്ഷീണിതമെങ്കിലും ദാരുണമായ സ്വരത്തിൽ അവൾ പറഞ്ഞു. എൻ്റെ യഥാർത്ഥ സുഹൃത്ത്, മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും. ഓ, അദ്ദേഹത്തെ രക്ഷിക്കൂ, എനിക്ക് നിത്യശാന്തിയരുളൂ. ഞാനത് സത്യം ചെയ്യുന്നു. അദ്ദേഹം മുട്ടുകുത്തി നിന്ന് കൈകൾ ഉയർത്തി സത്യവാചകം ചൊല്ലുന്നത് പോലെ ഉള്ളിൽ തട്ടി പറഞ്ഞു. പിന്നീട് അദ്ദേഹം ആർതറുടെ നേരെ തിരിഞ്ഞു. വരൂ എൻ്റെ കുഞ്ഞെ, അവളുടെ കൈകൾ പിടിച്ചോളൂ. ആ നെറ്റിത്തടത്തിൽ ഒന്ന് ചുംബിച്ചോളൂ, ഒരിക്കൽ മാത്രം. ചുണ്ടുകൾക്ക് പകരം അവരുടെ കണ്ണുകൾ പരസ്പരം ആശ്ലേഷിച്ചു. അവർ അകന്നകന്നു പോവുകയായിരുന്നു. ലൂസിയുടെ കണ്ണുകൾ അടഞ്ഞു. സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടിരുന്ന വാൻ ഹെൽസിംഗ് ആർതറെ പിടിച്ച് അകറ്റി നിർത്തി. ലൂസിയുടെ മാറിടം ഒരിക്കൽ കൂടി ഉയർന്നു താണു. എല്ലാം കഴിഞ്ഞ് പ്രൊഫസർ പറഞ്ഞു, അവൾ മരിച്ചു. ഞാൻ ആർതറെ കൈപിടിച്ച് സ്വീകരണ മുറിയിലേക്ക് നയിച്ചു. മുഖം പൊത്തി ഹൃദയം തകരുമാറ് തേങ്ങിക്കൊണ്ട് അയാൾ സോഫയിലേക്ക് മറിഞ്ഞു. എനിക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മുറിയിലേക്ക് തന്നെ തിരികെ ചെന്നു. വാൻ ഹെൽസിംഗ് ലൂസിയെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവളുടെ ദേഹത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. മരണത്തിൽ അവളുടെ സൗന്ദര്യം ഇരട്ടിച്ചിരിക്കുന്നു. ആ കവിളുകൾ അരുണാഭമായി തിളങ്ങുന്നു. ആ ചുണ്ടിലെ വിളർപ്പ് പോലും കുറെ മാഞ്ഞിരിക്കുന്നു. അവൾ ഉറങ്ങിക്കിടപ്പതു കാൺകെ ചലിതചിത്തനായോർത്തു മുന്നം ഞാൻ, മരണമെത്തി പതിയിരിപ്പുണ്ടാ മിഴിയിലൂറും നിനക്കൊതിയോടെ, ചലനമറ്റിന്നു നിത്യത പൂകി കഴിയയോർപ്പു സുഷുപ്തിയല്ലലീ. ഞാൻ വാൻ ഹെൽസിങ്ങിനോട് പറഞ്ഞു, പാവപ്പെട്ട പെൺകിടാവ്, ഒടുവിൽ അവൾക്ക് നിത്യശാന്തി ലഭിച്ചിരിക്കുന്നു. എല്ലാം അവസാനിച്ചു. അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞ് കാര്യഗൗരവത്തോടെ പറഞ്ഞു, അങ്ങനെയല്ല. ഓ അല്ല, ഇത് ആരംഭം മാത്രമേ ആയുള്ളൂ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം തലയാട്ടുക മാത്രമേ ചെയ്തുള്ളൂ. നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യ, കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ.